നമ്മൾ വായിച്ചത് ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം വാക്യമാണ്. വായിച്ചത് ഇങ്ങനെയാണ്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് എന്ന ദൈവദാസന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പ്രയാസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ചില പ്രവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇറ്റ്സ് എ പ്രോഫസി. ഒന്നുകൂടെ വായിക്കുന്നു: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇറ്റ്സ് എ പ്രോഫസി. എല്ലാവർക്കും എന്നെ ശ്രദ്ധിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കാൻ പോകുന്ന കാര്യം വീണ്ടെടുപ്പ് എന്ന വിഷയമാണ്. വീണ്ടെടുപ്പ് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ആമേൻ കേൾക്കുവാനായി പോകുന്നത്. ആമേൻ. ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ആത്മാവിന് വേദപുസ്തകം പറയുന്നൊരു വിലയുണ്ട്. സകല ലോകത്തെക്കാളും വിലയാണ് ഒരാത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വീണ്ടെടുപ്പ് വേണം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിക്കും ഈ ഭൂമിയിലെ സകല സസ്യ ലതാദികൾക്കും ജീവജന്തുക്കൾക്കും എല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുകയും പ്രൈസ് ദി ലോർഡ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പൂർണ്ണതയിലേക്ക് ചെല്ലുന്നത് നിത്യതയുമാണ്. വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത് നിത്യതയിൽ ചെല്ലുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണ്ടെടുപ്പ് എന്നാണ് ഇന്ന് രാത്രിയിലുള്ള നമ്മുടെ വിഷയം. ഈ വീണ്ടെടുപ്പ് എന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിന് എബ്രായ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. എബ്രായ പദങ്ങൾ പഠിക്കുന്നത് ആ പറയപ്പെടുന്ന വാക്യത്തിൻ്റെ വ്യക്തമായ അർത്ഥങ്ങൾ തിരിച്ചറിയാനും അത് പഠിക്കുന്നതിനും സഹായകമാണ്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്ന പദത്തിന് ഗാ ആൽ എന്നും പാദ എന്നും രണ്ട് വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗാ ആൽ എന്ന് പറഞ്ഞ പ്രതികാരകൻ, പാദ എന്ന് പറഞ്ഞാൽ വീണ്ടുകൊള്ളുക എന്ന് രണ്ട് പദങ്ങളുണ്ട്. പുതിയ നിയമം പഠിക്കുമ്പോഴും വീണ്ടെടുപ്പ് എന്ന ഈ പദത്തിന് രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് അഗോരസോ വിലയ്ക്ക് വാങ്ങുക, രണ്ട് അപ്പോലോത്രോസിസ് വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യം നൽകുക. അഗോരസോ അപ്പോലോത്രോസിസ്. അപ്പോൾ അപ്പോലോത്രോസിസ് എന്ന് പറയുന്ന പദമാണ് ഇന്ന് രാത്രി പ്രസക്തം. അതിൻ്റെ അർത്ഥം ഇതാണ്: വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യം നൽകുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അപ്പോലോത്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വന്നത്. എന്താണത്? വില കൊടുത്ത് വാങ്ങി സ്വാതന്ത്ര്യം നൽകാനിടയായി. നമുക്ക് വേണ്ടി വില കൊടുത്തത് കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവ് വില കൊടുത്ത് അപ്പോലോത്രോസിസ് എന്ന അനുഭവത്തിലൂടെ നമ്മൾ എല്ലാവരും യേശുവിനെ അറിയാനിടയായി. നമുക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തു, നമ്മെ വീണ്ടെടുക്കുവാൻ ഇടയായി. മനസ്സിലിരിക്കട്ടെ. ഇനി ആരാണ് ഇയ്യോബ് എന്ന് നമുക്ക് നോക്കണം. ഇയ്യോബ് എന്ന് വെച്ചാൽ വേദപുസ്തകം 1-ാം അധ്യായം പറയുകയാണ്, ഇയ്യോബ് ഭക്തനും ഇയ്യോബ് ദൈവഭക്തനും നേരുള്ളവനും അകൃത്യം വിട്ട് അകലുന്നവനുമായിരുന്നു ഇയ്യോബ്. ആത്മീയമായി വളരെ സമ്പന്നനായിരുന്ന വ്യക്തി. കുടുംബം, അതിന് 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. സമ്പത്ത് 7000 ആട്, 3000 ഒട്ടകം, 500 ഏർ കാള, 500 പെൺകഴുത. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അദ്ദേഹം ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. കുടുംബത്തിലും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, സമ്പത്തിലും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. വേദപുസ്തകത്തിൽ ഇത്രയും ദൈവഭക്തിയോടുകൂടെയുള്ള ധനവും ദൈവഭക്തിയോടും ധനത്തോടു കൂടെയുള്ള നല്ല കുടുംബജീവിതവും നയിച്ചിരുന്ന വളരെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബാണ് തൻ്റെ കഷ്ടതയുടെ നടുവിലിരുന്ന് അദ്ദേഹം പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇനി തിരിച്ച് ഇയ്യോബിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ കേട്ട ഇയ്യോബിനെയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ കാണുന്നു ഇയ്യോബ് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ. ഇയ്യോബിന്റെ ശിരസ് മുതൽ പാദം വരെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ചൊറിച്ചിൽ സഹിക്കാൻ കഴിയാതെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഓട് കഷ്ണമെടുത്ത് അദ്ദേഹം ശരീരത്തിൽ ഉരച്ച് ചുരണ്ടി ഇരിക്കുകയാണ്. ഇവിടെ നിലത്ത്. ഭാര്യ പറയുന്നു, നീ ദൈവത്തെയും പിടിച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം? ചെന്ന് ചത്തുകളയുക. കൂട്ടുകാർ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, എങ്കിലും ചുറ്റുമിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വ്യസനപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമോ മറുപടി കൊടുക്കുന്നില്ല. മാത്രമല്ല, തീർന്നില്ല. തൻ്റെ 7 പുത്രന്മാരും 3 പുത്രിമാരും ഒരു വീട് ഇടിഞ്ഞു വീണ് തക്ഷണം മരണപ്പെട്ടു.
തന്റെ 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയെയും അയൽ രാജ്യക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. കുടുംബം തകർന്നു, സമ്പത്തും തകർന്നു. ഭാര്യ പറഞ്ഞു, നീ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്, ചത്തുകളയുക. സുഹൃത്ത് ബന്ധം അതും തകർന്നു. തനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, സമ്പത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധം അതും തകർന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സന്തോഷത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് അദ്ദേഹം ഈ ലോക ജീവിതത്തിൽ നേടുന്നത് ഒന്നുമല്ല എന്ന് ഇയ്യോബിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാകുകയാണ്. കുടുംബമല്ല സുരക്ഷിതത്വത്തിന്റെ അവസാന വാക്ക്, സമ്പത്തല്ല സുരക്ഷിതത്വത്തിന്റെ അവസാന വാക്ക്. ഈ ലോകത്തിലുള്ള ഒരു സ്വാധീനങ്ങളുമല്ല സുരക്ഷിതത്വത്തിന്റെ അവസാന വാക്ക്. സുരക്ഷിതത്വത്തിന്റെയും സന്തോഷത്തിന്റെയും അവസാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിൽ മാത്രമാണ്. അതെങ്ങനെ നേടുവാൻ കഴിയുമെന്ന് വെച്ചാൽ ദൈവത്തിലുള്ള ഭക്തിയിലൂടെ മാത്രമേ നേടാൻ കഴിയൂ. വേദപുസ്തകം പറയുന്നു, കുടുംബം നഷ്ടപ്പെട്ടു, മൃഗങ്ങൾ നഷ്ടപ്പെട്ടു, ഭാര്യ മാറി എന്ന് പറഞ്ഞു, കൂട്ടുകാർ ഉപേക്ഷിച്ചു, ഇതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വായിച്ചു നോക്കിയിട്ടും പഠിച്ചു നോക്കിയിട്ടും മൂലഭാഷ നോക്കിയിട്ടും ഒരു കാര്യം കാണുന്നില്ല. ഇയ്യോബ് ദൈവഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നുമായിരുന്നു എന്ന ക്വാളിറ്റിക്ക് 1% പോലും ആമേൻ കുറവ് വന്നതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ മക്കൾ പോയി, മൃഗസമ്പത്ത് പോയി, ഭാര്യ വിട്ടു, കൂട്ടുകാർ കൈവിട്ടു, ശരീരം പോലും വ്രണത്തിന് ആമൻ പുഴുക്കൾക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭക്തിയും നേരും നീതിയും ആത്മീകമായ ഒരു മൂല്യങ്ങളും ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയായില്ല. അതാണ് യഥാർത്ഥ ഭക്തൻ. നമ്മൾക്ക് ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ധനത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്. യു ആർ ഫെയിലിയർ. നിങ്ങൾക്ക് ദൈവത്തോടുള്ള ഭക്തി നിങ്ങളുടെ കുടുംബത്തിന്റെയോ മക്കളുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആമേൻ ബന്ധത്തിലാകരുത്. യു ആർ ഫെയിലിയർ. നിങ്ങൾക്ക് ദൈവത്തോടുണ്ടാകേണ്ട ഭക്തി കൂട്ടുകാരിലോ നിങ്ങളുടെ സ്വാധീനങ്ങളാകരുത്. ആയിക്കഴിഞ്ഞാൽ അതും തോൽവിയാണ്. നിങ്ങൾക്ക് ദൈവത്തോട് ഉണ്ടാകേണ്ട ഭക്തി എനിക്ക് എന്റെ ശരീരത്തിൽ നിന്നോ എന്റെ ആരോഗ്യത്തെ കണ്ടിട്ടോ എന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടോ ആകരുത്. ഞാനും ഒരു തോൽവിയായി തീരും. ഇതെല്ലാം നാശത്തിനും തോൽവിക്കും നഷ്ടങ്ങൾക്കും അധീനമാണ്. എല്ലാം നഷ്ടപ്പെടും. നിലനിൽക്കുന്ന ഒന്നുമില്ല. ഈ ശരീരം പോലെ നഷ്ടപ്പെടും. എനിക്ക് 65 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ശ്വാസം നിന്നാൽ 65 കിലോ ഭാരമുള്ള ഒരു മാംസപിണ്ഡം താഴെ വീഴും അല്ലേ? എന്റെ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ യേശുവിനെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തെങ്കിലും നന്മ കിട്ടിയിട്ടാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്നാൽ നന്മ നാളെ നഷ്ടപ്പെടും, നിങ്ങളുടെ ആരാധനയെ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതെങ്കിലും വസ്തുവകളിലാണോ നിങ്ങളുടെ ഭക്തിയുടെ അടിസ്ഥാനം? അത് തുരുമ്പിനും ആമേൻ നഷ്ടത്തിനും മാറ്റിവെച്ചിരിക്കുന്നതാണ്. അത് തുരുമ്പെടുത്ത് പോകും, നശിച്ചു പോകും. ഏതെങ്കിലും വസ്തുവകയാണെങ്കിൽ അത് വീടാകട്ടെ, കാറാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്താണ് എന്റെ ഭക്തിയുടെ അടിസ്ഥാനം? എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു എനിക്ക് അനുഗ്രഹം തന്നതാണോ? യേശു എനിക്ക് ലോകത്തിൽ വീട് വെക്കാൻ വഴി തുറന്നതാണോ? കർത്താവ് എനിക്കൊരു വാഹനം വാങ്ങുവാനുള്ള വഴി ഒരുക്കിയതാണോ? എനിക്കൊരു കുടുംബമാ തന്നതാണോ? അല്ല, ഇതൊന്നുമല്ല എന്ന് ഞാനല്ല പറയുന്നത്. ഇയ്യോബ് പഠിപ്പിക്കുന്നു ഇതൊന്നുമല്ല എന്ന്. പിന്നെ എന്റെ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ ചിന്തിക്കണം. ഇന്ന് ദൈവഭക്തി കൂടുന്നതും പ്രാർത്ഥനയ്ക്ക് വരുന്നതും അല്ലെങ്കിൽ അവൻ ഏകദേശം വരും എല്ലാവരും ഉപവസിക്കുന്നതൊക്കെ ഈ ലോകപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ പലതും. പക്ഷെ ഇതെല്ലാം ഇല്ലാതായി പോകുമെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിൽ പറയുന്ന ദൈവഭക്തിയാണ്. ആമേൻ. ഇയ്യോബിന്റെ ജീവിതത്തിൽ വായിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ്, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഇതാ മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആത്മീക മൂല്യങ്ങളെ ഭൗതിക മൂല്യത്തിന് മുമ്പിൽ നമ്മൾ പണയം വെക്കരുത്. കലിമൂർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു ആത്മീക മൂല്യങ്ങളെയും ഈ ലോകത്തിലെ ഭൗതിക മൂല്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പണയം വെക്കുന്നവരായി തീരരുത്. ആത്മീക മൂല്യങ്ങളെ പണയം വെച്ചിട്ട്
ഭൗതിക മൂല്യങ്ങളെ നേടുവാൻ ഇറങ്ങിത്തിരിക്കരുത്. ആത്മീക മൂല്യങ്ങളെ പകരം വെച്ചിട്ട് ഭൗതിക മൂല്യത്തിനെതിരെ നേരെ നമ്മൾ ഓടിപ്പോകരുത്. ആ ഓട്ടത്തിന്റെയും ആഗ്രഹത്തിന്റെയും അവസാനം നഷ്ടങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കൽ നിങ്ങൾ ആത്മീക മൂല്യങ്ങളെ ഭൗതികരും പണയം വെക്കരുത്. ജഡത്തിന്റെ അഭിലാഷം ജോസഫിനെ പോലെ പണയം വെക്കാൻ ഇടയാകരുത്. അദ്ദേഹം പണയം വെച്ചില്ല, അദ്ദേഹം ജയിക്കാൻ ഇടയായി. ആ ജഡത്തെ ജയിച്ചു, അല്ലേ? അദ്ദേഹത്തിനുള്ളിലുള്ള ഒരു ആത്മീക മൂല്യം അദ്ദേഹത്തിന്റെ ജഡത്തിന്റെ അഭിലാഷത്തിനെ ജയിക്കാനുള്ള കൃപ പകരാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മീക മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണത്. എന്ത് ലഭിക്കാമെന്ന് പറഞ്ഞാൽ, എന്ത് നൽകാമെന്ന് പറഞ്ഞാലും, ഇനി എന്തെല്ലാം നമുക്ക് വേണ്ടി ഓഫർ ചെയ്തെന്ന് പറഞ്ഞാലും, ഞാൻ യേശുവിന്റെ സന്നിധിയിലിരുന്നും പ്രാർത്ഥിച്ചും വചനം പഠിച്ചും ഉപവസിച്ചും നേടിയെടുക്കുന്ന ആത്മീക മൂല്യങ്ങൾ പണയം വയ്ക്കാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലുതും മൂല്യമേറിയതും അതാണ് നമ്മൾ തിരിച്ചറിയണം. പണം ആർക്കും വരും, വിദ്യാഭ്യാസം ആർക്കും കിട്ടും, തലമുറകൾ ആർക്കും ലഭിക്കും. പക്ഷെ ആത്മീക മൂല്യങ്ങൾ വളരെ വളരെ വില കൊടുത്ത്, വളരെ വളരെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിന് നേടിയെടുക്കേണ്ടതാണ്. അത് അമൂല്യമാണ്. അത് പലർക്കും ലഭിക്കാതിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ആത്മീക മൂല്യങ്ങളുള്ള വിശ്വാസികളായി തീരണം. ഇന്നത്തെ സമൂഹത്തിന്റെ വെല്ലുവിളി അതാണ്. ആത്മീക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്, ദൈവഭക്തി കുറയുകയാണ്. പാട്ടും ആരാധനകളിലും മാത്രം, സഭാകാര്യങ്ങളിൽ മാത്രം, 4 ചുവരുകൾക്കകത്ത് മാത്രം ഒതുങ്ങുന്ന ആത്മീക ഭക്തിയായി തീർന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആരും ആയി പോകരുത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിയോഗനായി പറയുന്നു, നിങ്ങളുടെ ആത്മീക മൂല്യങ്ങളെ നിങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് വലിയ വില കൊടുക്കണം. അതിന് ജഡത്തെ ജയിക്കണം, അതിന് ഇച്ഛകളെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, ലോക മോഹങ്ങളെ ജയിക്കണം, മോഹന വാഗ്ദാനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയണം. എങ്കിൽ മാത്രമേ ആത്മീക മൂല്യത്തെ ഈ കാലഘട്ടത്തിൽ സംരക്ഷിക്കാൻ കഴിയൂ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ച് കാണണമെന്ന് വെച്ച് അലറുന്ന സിംഹത്തെ പോലെ അനവധി മൂല്യങ്ങൾ ഇന്ന് സമൂഹം ആത്മീയ ജീവിതത്തിന് നേരെ വെച്ചു നീട്ടുകയാണ്. അനവധി മൂല്യങ്ങൾ. നമുക്ക് തന്നെ കണ്ണ് മഞ്ചളിച്ചു പോകും, നമുക്ക് തന്നെ തോന്നിപ്പോകും, ചെയ്താൽ എന്ത്, പറഞ്ഞാൽ എന്ത്, പോയാൽ എന്ത്. ശ്രദ്ധിക്കുക, അതിനു മുമ്പിലൊന്നും വീണു പോകരുത്. ആത്മീക മൂല്യങ്ങൾ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. കർത്താവ് യേശു ലോകത്തിൽ വന്നത് സകല ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിന്റെ മൂല്യങ്ങളെ യേശുവിന്റെ മുമ്പിൽ നിരത്തി കാണിച്ച് പിശാച്, പ്രൈസ് ദി ലോർഡ്, യെരൂശലേം ദേവാലയം മുകളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ഒന്ന് വീണ് നമസ്കരിക്ക്, സകലതും നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ എല്ലാ മൂല്യങ്ങളെയും യേശുവിൽ കാണിച്ചു. പക്ഷെ 40 രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിതാവിൽ നിന്ന് പ്രാപിച്ച ആത്മീക മൂല്യത്തെ തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്ന ഭൗതിക മൂല്യത്തിന്റെ മുൻപിൽ അടിയറവ് വയ്ക്കുവാൻ കർത്താവ് യേശുവിന് മനസ്സിലായിരുന്നു. കാരണം ഞാൻ നേടുവാൻ പോകുന്നത് സകല ലോകത്തെക്കാളും, പിശാച് സകല ലോകത്തെക്കാളും വിലമതിക്കുന്ന ആത്മാക്കളെയാണ് എന്ന വലിയൊരു ആത്മീക ബോധം യേശുവിനുണ്ടായിരുന്നു. പിശാച് വെച്ച് നീട്ടിയ ഒരു ഓഫറും യേശു സ്വീകരിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ഞാൻ നേടുവാൻ പോകുന്നത്, എന്റെ രക്തത്തിലൂടെ ഞാൻ നേടുവാൻ പോകുന്നത് പിശാചേ സകല ലോകത്തെക്കാളും വിലമതിക്കുന്ന ആത്മാവിനെയാണ്. അടിയറവ് നിൽക്കരുത്, വെല്ലുവിളിയോടെ നേരിടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രാണത്യാഗത്തോളം ആത്മീക ജീവിതത്തിന് വേണ്ടി പോരാടണം. ഇന്ന് ആത്മീക ജീവിതത്തെ മാറ്റിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്, കയ്യിലുള്ളത്, അതിന്റെ എല്ലാം മുൻപിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആ ഉപനിധി, ആ മൂല്യം ഈ കാലത്ത് വളരെയധികം വിലയുള്ളതാണ് എന്ന തിരിച്ചറിവോടെ വേണം ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത്. അതുകൊണ്ടൊന്നും ഇവിടെ ആവർത്തിക്കുന്നു, എന്റെ ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനം എന്റെ മക്കളാകരുത്,
എന്റെ സമ്പത്താകരുത്, എന്റെ വിദ്യാഭ്യാസമാകരുത്, എന്റെ വാഹനമാകരുത്, എന്റെ കാറാകരുത്, എന്റെ വീടാകരുത്, എന്റെ ശരീരം പോലും ആകരുത്. ഇതെല്ലാം നഷ്ടപ്പെടാം. ഞാൻ രോഗിയാകാം, മക്കൾ വിട്ടുപോകാം, സമ്പത്തില്ലാതാകാം, ഞാൻ ഒന്നുമില്ലാതാകാം, ഒരു സീറോയാകാം. അവിടെയും നീ ഭക്തനായിരിക്കണമെങ്കിൽ ആത്മീക മൂല്യങ്ങളെ സംരക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമരുത് കർത്താവിനെ സ്തുതിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. നമുക്ക് എന്താണ് വീണ്ടെടുപ്പ്? കർത്താവ് യേശു വരണം, അല്ലേ? യേശു വന്നാലേ ഉള്ളൂ വീണ്ടെടുപ്പ്. അപ്പോൾ വീണ്ടെടുപ്പുകാരനായ യേശു വരണമെങ്കിൽ ഒരു കൊയ്ത്തു നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കൊയ്ത്തുണ്ടാകണം. ഒരു കൊയ്ത്തുണ്ടാൽ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ. കൊയ്ത്ത് വരുമ്പോഴാണ് കൊയ്ത്തിന്റെ യജമാനനായ പ്രൈസ് ദി ലോർഡ് കർത്താവ് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തവരെ ചേർക്കുവാനായി വരത്തുള്ളൂ. എന്താണ് ആ കൊയ്ത്ത്? ഓരോ ആത്മാവിന്റെ വിടുതലുകൾ, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ഈ കൊല്ലം ജില്ലയിലുള്ള, ഇല്ലെങ്കിൽ കേരളത്തിൽ ലോകമെമ്പാടുമുള്ള അനവധി ആത്മാക്കൾ രക്ഷയിലേക്ക് വരണം. അതാണ് കൊയ്ത്ത്. അപ്പോൾ കൊയ്ത്ത് വന്നാൽ മാത്രമേ കൊയ്ത്തിന്റെ യജമാനൻ വരൂ. കൊയ്ത്തിന്റെ യജമാനൻ വന്നാൽ മാത്രമേ വീണ്ടെടുപ്പുകാരൻ വരൂ. വീണ്ടെടുപ്പുകാരൻ വന്നാലേ വീണ്ടെടുപ്പ് നടക്കൂ. നമ്മുടെ ചിന്താവിഷയവും വീണ്ടെടുപ്പ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കൊയ്ത്ത് നടക്കണം. കൊയ്ത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിതയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വേഗം എടുത്താണ് രൂത്തിന്റെ പുസ്തകം, വേഗം എടുക്കാം. രൂത്ത് എടുത്താണ്. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 22-ാം വാക്യം മുതൽ വേഗം വായിച്ച്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിൽ എത്തി. എല്ലാവർക്കും എന്നെ ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കൊയ്ത്ത് നടക്കുകയാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വീണ്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ചില വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് നവോമി. നവോമിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് മഹ്ലോനും 2 കില്യോനും. മഹ്ലോന്റെ ഭാര്യയായിരുന്നു രൂത്ത്. ആമേൻ. വേറൊരു കില്യോന്റെ ഭാര്യ ആരാണ്? രൂത്തും പറഞ്ഞോട്ടെ, ഓർപ്പ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പെട്ടെന്ന് ചോദിച്ചാൽ പറയാനല്ലേ എനിക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. രൂത്തും ഓർപ്പയും നവോമിയുടെ മക്കൾ മഹ്ലോനും കില്യോനും. അങ്ങനെ വലിയൊരു ക്ഷാമം മോവാബ് ദേശത്തുണ്ടായി. ഇവർ വന്നിരിക്കുന്നവിടെന്ന് അറിയാമോ? ബെത്ലഹേമിൽ നിന്നാണ് മോവാബിലേക്ക് വന്നത്. അങ്ങനെ മോവാബ് ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപേ നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി. ക്ഷാമകാലമായപ്പോൾ മഹ്ലോനും കില്യോനും മരിച്ചുപോയി. അപ്പൊ ഭർത്താവ് മരിച്ചു, മഹ്ലോൻ മരിച്ചു, കില്യോൻ മരിച്ചു, മക്കളും മരിച്ചു. ഇനി ആകെ ശേഷിക്കുന്ന മരുമക്കളാണ്. ആരൊക്കെയാണ് മരുമക്കൾ? രൂത്തും ഓർപ്പയും. അപ്പോൾ അവിടെ നവോമി ഒരു വാർത്ത കേൾക്കുകയാണ്, ബെത്ലഹേമിൽ കൊയ്ത്ത് നടക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്നാൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ച് സ്വന്തം നാട്ട് ബെത്ലഹേമിലേക്ക് പോകാം. അങ്ങനെ നവോമി രൂത്തിനെയും ഓർപ്പയും വിളിച്ച് പറഞ്ഞു, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് പോവുകയാണ്. ഇനി എനിക്ക് ഗർഭധാരണം നടത്തി നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പോയി നിങ്ങൾ അവിടെ വസിക്കുക എന്ന് പറഞ്ഞു. ശരി. ഓർപ്പ എന്ത് ചെയ്തു? ഓർപ്പ എന്ന മരുമകൾ വളരെ വിഷമത്തോടെ അമ്മായിയമ്മ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സ്വന്തം ദേശത്തേക്ക് പോയി. എന്നാൽ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ അമ്മായിയമ്മയോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകുകയില്ല. നിന്റെ ജനം എൻ്റെ ജനം. ആമേൻ. നീ പോകുന്നിടത്ത് ഞാനും വരും. മരണത്താൽ അല്ലാതെ നമ്മെ ഒന്നും വേർപിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അമ്മായിയമ്മയായ നവോമിയോടുകൂടെ രൂത്ത് എവിടേക്ക് വന്നു? ബെത്ലഹേമിലേക്ക് വന്നു. അതാണ് പറഞ്ഞത്, അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിടത്ത് കൊയ്ത്ത് നടക്കുകയാണ്, മറുസ്ഥലത്ത് എന്താണ്? ഭയങ്കരമായ ക്ഷാമം നടക്കുകയാണ്. അപ്പോൾ കൊയ്ത്ത് നടന്നാൽ മാത്രമേ വീണ്ടെടുപ്പുകാരൻ വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ആമേൻ. മോവാബ് ദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊയ്ത്ത് കാണാൻ കഴിയില്ല. ക്ഷാമവും മാറുകയില്ല. പിന്നെ എങ്ങോട്ട് വരണം? ബെത്ലഹേമിലേക്ക് കടന്നു വരണം. അവിടെയാണ് യവക്കൊയ്ത്ത് നടക്കുന്ന സമയം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് മടങ്ങി വരേണ്ട സമയമാണ്. ശ്രദ്ധിക്കണം, ഇത് മടങ്ങി വരേണ്ട സമയമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കഴിഞ്ഞ 2 വർഷമായി ഈ കേരള സംസ്ഥാനത്ത് ലോകമെമ്പാടും നടക്കുന്ന ഈ കോവിഡ് എന്ന രോഗവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും തുടങ്ങി ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകലതും മാനവ സമൂഹത്തോടും ദൈവസഭയോടും വിശ്വാസികളോടും ദൈവദാസന്മാരോടും എല്ലാം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, നീ മടങ്ങി വരണം. എവിടേക്ക് മടങ്ങി വരണം? കൊയ്ത്ത് നടക്കുന്ന ബെത്ലഹേമിലേക്ക്, യഹൂദായിലെ ബെത്ലഹേമിലേക്ക് നീ മടങ്ങി വരേണ്ട സമയമാണ്. ഇതൊരു അവസരമാണ്. ഈ അവസരം ഞാൻ പാഴാക്കിയാൽ, ഈ അവസരം ഈ ലോകം പാഴാക്കിയാൽ, ഈ അവസരം ഈ സമൂഹം പാഴാക്കിയാൽ, ഒരുപക്ഷെ ഇനിയൊരു അവസരം ദൈവം കൊടുക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദേശം ക്ഷാമം കൊണ്ട് വരളുകയാണ്. ദേശം മുഴുവനും രോഗം വർദ്ധിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ വർദ്ധിക്കുന്നു. ആമേൻ. വെള്ളപ്പൊക്കം വർദ്ധിക്കുന്നു, ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു, കുലപാതകങ്ങൾ വർദ്ധിക്കുന്നു, കുടുംബ തകർച്ച വർദ്ധിക്കുന്നു, നീതി അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ലോകം മുഴുവനും വലിയ ഒരു ആത്മീയ ക്ഷാമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭക്തന് ഇതിന്റെ നടുവിൽ ആമേൻ അവൻ മടങ്ങി വരാൻ തയ്യാറാകണം. യെരൂശലേമിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. യഹൂദയിലേക്ക് മടങ്ങി വരണം. അവിടെയാണ് കൊയ്ത്ത് നടക്കുന്ന സ്ഥലം, അവിടെയാണ് വാഗ്ദത്ത ദേശം. അവിടേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ക്ഷാമം കൊണ്ട് പട്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കൊയ്ത്ത് കാണാൻ കഴിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ വീണ്ടെടുപ്പും കിട്ടത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു നിൽപ്പ് മാറണം. എന്റെ ആത്മീക നിലനിൽപ്പുകൾ ഞാൻ കണ്ടെത്തണം. എന്റെ രീതി മാറണം. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകണം. എന്റെ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ടാകണം. എന്റെ ആത്മീക വീക്ഷണത്തിന് വ്യത്യാസമുണ്ടാകണം. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകണം. എന്റെ വിശുദ്ധിക്ക് വ്യത്യാസമുണ്ടാകണം. എന്റെ വേർപാടിന് വ്യത്യാസമുണ്ടാകണം. എവിടെയാണോ ഞാൻ ഇന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് എനിക്കൊരു മാറ്റം ഇന്ന് രാത്രിയിൽ അനിവാര്യമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, എന്തെങ്കിലും ഒരു കൊയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു വരുമ്പോൾ വീണ്ടെടുപ്പ് നമുക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരോട്, എന്നെ കാണുന്നവരോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ നിൽക്കുന്ന ഇടത്ത് നിന്നാൽ പോരാ. യു ഷുഡ് സ്റ്റാൻഡ് അപ്പ്. നീ എഴുന്നേൽക്കണം. യു ഷുഡ് വാക്ക് ഔട്ട്. നീ പുറത്തേക്ക് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ആത്മീക അവസ്ഥയിൽ ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമല്ല. നമ്മൾ ഇരിക്കുന്ന ആത്മീയ ഇരിപ്പിൽ, ഈ ഒരു ഇരിപ്പിൽ നമുക്ക് ഇത് അനുഭവിക്കാൻ സാധ്യമല്ല. നമ്മൾ ഇരിക്കുന്ന ദേശത്ത് നിന്ന്, മോവാബ് നിന്ന് ബെത്ലഹേമിലേക്ക് ചൊല്ലണം. അതാണ് നമ്മുടെ വാഗ്ദത്ത ദേശം. ഇവിടെ കാര്യങ്ങൾ നടക്കുമായിരിക്കും. ഈ പറഞ്ഞ പോലെ ലോകപരമായ പല നേടുവാൻ കഴിയുമായിരിക്കും. എന്നാൽ ലോകപരമായ പല കാര്യങ്ങളെക്കാളും ആത്മീയമായ ചില മൂല്യങ്ങളും വാഗ്ദത്ത നിവർത്തികളും എന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ ഇന്ന് ഇരിക്കുന്ന ഇടത്തല്ല, ഞാൻ നിൽക്കുന്ന ഇടത്തുമല്ല, ഞാൻ പോകേണ്ട ഇടത്ത്, എന്റെ വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ യാത്ര പുറപ്പെടണം. അതിന് എന്റെ ആത്മീക ജീവിതത്തിന് മാറ്റം വരണം. എന്റെ വീക്ഷണങ്ങൾക്ക് മാറ്റം വരണം. പ്രാർത്ഥനയ്ക്ക് മാറ്റം വരണം. വിശുദ്ധിക്ക് മാറ്റം വരണം. ഒരു ആത്മീക യാത്രയ്ക്ക് വേണ്ടി സഭയും നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് പുറപ്പെട്ടു തുടങ്ങണം. പക്ഷെ നമ്മളെ കംഫർട്ട് ആക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലത് വിടാത്തത് അവരെ കംഫർട്ടാക്കി അതിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ചിലത് വിടാൻ കഴിയില്ല. എന്നാൽ ദൈവം ചില കംഫർട്ട് സോണൊക്കെ ഇടിച്ചു കളയും. കംഫർട്ട് സോൺസ് അതിനെല്ലാം ബ്രേക്ക് ചെയ്യും. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ പുറത്തു വരാൻ വേണ്ടിയാണ്. ചില പ്രയാസം വരും, ചില രോഗം, ചില ദുഃഖങ്ങൾ, ചില വേദനകൾ എനിക്ക് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ ചില കംഫർട്ട് സോണുകൾ ബ്രേക്ക് ആയിട്ട് ഞാൻ പുറത്തു വരത്തുള്ളൂ. നവോമിയുടെ ഭർത്താവ്, മക്കൾ മഹ്ലോൻ, കില്യോൻ മരിച്ചുപോയി. അവിടെ കംഫർട്ട് സോൺ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന കംഫർട്ട് സോണുകൾ, ഇതാണ് നല്ലത്, ഇത് മതി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, അതിനെയൊക്കെ ദൈവം ഒന്ന് പൊളിക്കും. അത് പൊളിച്ച് നശിപ്പിക്കാനല്ല. രൂത്തേ, നിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകണം.
പ്രൈസ് ദി ലോർഡ്. നിന്റെ വീണ്ടെടുപ്പതിന് വാഗ്ദത്തത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകണം. ഇങ്ങനെ ഇരുന്നാൽ പോരാ പ്രിയമുള്ളവരെ. നിങ്ങൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നതിൽ പറയുന്നു, അത് നിങ്ങൾ നശിപ്പിക്കാനല്ല, ദൈവത്തോട് ഒന്നുകൂടെ അടുത്ത് വാഗ്ദത്തത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. സാമ്പത്തികം ഭാരപ്പെടുന്നുണ്ടോ? കടങ്ങളാണോ? നിങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് മാറാൻ പോവുകയാണ്. എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചും കരഞ്ഞും ആ കംഫർട്ട് സോണിനെ തകർത്ത് നിനക്ക് പുറത്തു വരാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓരോ വേദനകളും, വിശ്വാസിക്ക് വരുന്ന, ദൈവദാസന് വരുന്ന ഓരോ വേദനയും ഓരോ പ്രയാസങ്ങളും ഒരിക്കലും അവനെ തകർത്ത് കളയാനല്ല, പിന്നെയോ ദൈവത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് അവനെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടിയിട്ടാണെന്ന് എന്റെ അനുഭവത്തിലൂടെ ഇന്ന് രാത്രിയിൽ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയെ പിശാച് ഒന്നും ചെയ്യാൻ കഴിയില്ല. നോ. പിശാചിനെ പറഞ്ഞ രോഗമുണ്ടാകാം, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാം, അത് ഒരു പ്രാർത്ഥനയിൽ തീരും. ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ആകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തുകൊണ്ട് രോഗം നിലനിൽക്കുന്നു? പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതുവരെ അനുഭവിക്കാൻ ചില പ്രശ്നങ്ങൾ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നു? പല വെല്ലുവിളികൾ ഇന്ന് നിൽക്കുന്നു? Only one answer.